എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഇതൊരു ഗെയിമിംഗ് ചാനലാണ്, പക്ഷേ ഇങ്ങനത്തെ ഒരു കണ്ടൻറ് ഇടാത്തതാണ്. പക്ഷേ എന്നെപ്പോലത്തെ ബിഗിനർ യൂട്യൂബേഴ്സിന് ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മുടെ മോണിറ്റൈസേഷൻ, യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ഓപ്ഷൻ ഓൺ ആവാനും ഏൺ ചെയ്യാനും മണി ഏൺ ചെയ്യാനും എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. ഡീറ്റെയിൽഡ് വീഡിയോ, ഷോർട്ട് വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യാനൊന്നും പോകേണ്ട, കാരണം ഡ്യൂറേഷൻ വളരെ കുറവാണ്. അപ്പോൾ അത് മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്താ യൂട്യൂബ് സ്റ്റുഡിയോ ആണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബിക്കം എ യൂട്യൂബ് പാർട്ട്ണർ. ഓക്കെ, നെക്സ്റ്റ് മൈൽ സ്റ്റോൺ, അത് ലോക്കാണ്. അത് അൺലോക്ക് ആക്കണമെങ്കിലുള്ള ക്രെഡിബിലിറ്റി, ഒരു മിഷൻസിലേക്ക് ഐറ്റംസ് ചെയ്യണം. അപ്പോൾ അത് ഓപ്പൺ ആയാൽ എന്തൊക്കെ കിട്ടുമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആ മൈൽ സ്റ്റോൺ അൺലോക്ക് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് മെമ്പർഷിപ്സിൻ്റെ ഒരു ഓപ്ഷൻ. മെമ്പർഷിപ്സ് നമുക്കറിയാം, മെമ്പർഷിപ്പ് കൊടുക്കുക, മണി സ്പെൻഡ് ചെയ്തിട്ട് മെമ്പർഷിപ്പ് എടുക്കണമൊക്കെ നമുക്കറിയാം. അത് അൺലോക്ക് ആവും. സൂപ്പേഴ്സ് എന്ന സാധനം അൺലോക്ക് ആവും. ഷോപ്പിംഗ്, നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഷെയർ ചെയ്യാം. നമ്മുടെ ചാനലിലൂടെ തന്നെ പ്രൊഡക്റ്റുകളൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെയും ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ളൊരു ഓപ്ഷനും ഈ ഒരു ഇതിൽ ഫസ്റ്റ് മൈൽ സ്റ്റോണിൽ ലഭിക്കും. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, അതിൻ്റെ ക്രെഡിബിലിറ്റി എന്തൊക്കെയാണെന്ന് താഴത്തേക്ക് സ്വൈപ്പ് ചെയ്താൽ കാണാം. 500 സബ്സ്ക്രൈബേഴ്സ് മസ്റ്റ് ആണ് ക്രെഡിബിലിറ്റി ഒന്നാമത്തത്. രണ്ടാമത്തെ പറഞ്ഞാൽ 3 വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കണം ചാനലിൽ. ഏതൊക്കെയാണ്? 500 സബ്സ്ക്രൈബേഴ്സും 3 വീഡിയോയും. പിന്നെ വേണ്ടത് പറഞ്ഞാൽ, പിന്നെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിലേതെങ്കിലും ഒന്ന് 3000 വാച്ച് ടൈം ഹവർ എന്ന് പറഞ്ഞാൽ 3000 മണിക്കൂർ നമ്മുടെ വീഡിയോ കണ്ടിരിക്കണം. അല്ലെങ്കിൽ 3 മില്യൺ വ്യൂസ് ഷോർട്സിന് നമുക്ക് വേണം. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നാണ് ഇതിൽ. ആൻഡ് വൺ ഓഫ് ദി ഫോളോയിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുണ്ടായാലും നമുക്ക് ആദ്യത്തെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവും. എന്നിട്ട് അപ്ലൈ നൗ എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ ഓൺ ആവും. അത് കൊടുക്കുക. ഓക്കെ, ഇത്രയും പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഓക്കെ അല്ലേ? 500 സബ്സ്ക്രൈബേഴ്സ്, വാച്ച് ടൈം ഹവർ. അപ്പോൾ നമുക്ക് അടുത്തതാണ് ഏറ്റവും മെയിനായിട്ട് നമുക്ക് ഏണിംഗ് ഓപ്ഷൻസ് ഉള്ളത്. അടുത്ത മൈൽ സ്റ്റോൺ ഇതിൽ അൺലോക്ക് ആവുന്നത് ആഡ്സ്, പരസ്യം വഴി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തത് ഷോർട്സിലൂടെ പരസ്യം കൊടുക്കാനുള്ള രണ്ടാമത്തെ ഓപ്ഷൻ. രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പരസ്യങ്ങളിലൂടെയാണ് നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത്. അതിന് മെയിനായിട്ടുള്ള കാര്യം ഇതാണ്. അതിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. 1000 സബ്സ്ക്രൈബേഴ്സ് മസ്റ്റാണ്. 1000 എന്തായാലും 1000 ഉണ്ടായിരിക്കണം. 1000-ന് കൂടുതൽ ഉണ്ടായിരിക്കണം ഒന്നാമത്തത്. പിന്നെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ഫോളോയിങ് ഏതെങ്കിലും ഒന്ന്. 4000 പബ്ലിക് വാച്ച് ടൈം ഹവർ, അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ്. ഓക്കെ, 10 മില്യൺ ഷോർട്സ് വ്യൂസ്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ, ആ ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, ആ ഓപ്ഷൻ ലഭിച്ചാലേ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? 2 മൈൽ സ്റ്റോൺ നമുക്കുള്ളത്. രണ്ടും അധികം റിസ്ക് ഒന്നുമില്ല രണ്ടിനും. ഓക്കെ, രണ്ടും നമുക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ തന്നെ യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ടാവും. അതിൽ മോണിറ്റൈസേഷൻ്റെ ഓപ്ഷൻ എടുത്താൽ നമുക്ക് കാണാം. ഓരോന്ന് വായിച്ച് നോക്കാൻ പറ്റും. ഇത് എന്നെപ്പോലത്തെ ബിഗിനർ യൂട്യൂബേഴ്സിനുള്ളൊരു വീഡിയോ ആണ്. ഗെയിമിംഗ് ചാനലാണിത്. ഗെയിമിംഗ് വീഡിയോസ് ഇടാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എന്തുകൊണ്ടും ഇങ്ങനൊരു വീഡിയോ അത്യാവശ്യമാണെന്ന് തോന്നി. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും സബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുക. നല്ല ക്വാളിറ്റി വീഡിയോ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.